ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമുക്കിന്ന് ചാപ്റ്റർ ഫസ്റ്റിൻ്റെ ട്രയംഫ് ഓഫ് സർജറിയുടെ ക്വസ്റ്റ്യൻ ആൻസർ കാണാം, പഠിക്കാം ഒരുമിച്ച്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. കുറേ വ്യൂ ഉണ്ട് വീഡിയോയ്ക്കെല്ലാം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ തുടർന്ന് വീഡിയോകളും എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും ചാപ്റ്റർ വൈസായിട്ട് ക്വസ്റ്റ്യൻ ആൻസറുകളും എക്സ്പ്ലനേഷനുകളും ഒക്കെ ഇടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് അധികം വർത്തമാനമൊന്നും പറയാതെ നമുക്ക് നമ്മുടെ പഠിത്തത്തിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ട്രയംഫ് ഓഫ് സർജറി എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും എക്സ്പ്ലനേഷനും ഒക്കെ നമുക്ക് നോക്കാം, കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട്. അപ്പം ഈ കേൾക്കുമ്പോൾ തന്നെ കൂടെ അങ്ങ് പഠിച്ചു പോകണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഈസ് മിസ്സിസ് പാംഫ്രെ വറീഡ് എബൌട്ട് ട്രിക്കി? ട്രിക്കിയെ പറ്റി എന്തിനാണ് മിസ്സിസ് പാംഫ്രേക്ക് ഇത്രയും ടെൻഷൻ? മിസ്സിസ് പാംഫ്രെ ഈസ് വറീഡ് എബൌട്ട് ട്രിക്കി ബിക്കോസ് ഹീ ഈസ് അൺവെൽ. She feels that he is suffering from a serious health issue such as malnutrition, as he has become dull and ceased to have no energy. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷാണ്. എന്താണ്? ട്രിക്കി അൺവെല്ലാണ്, സുഖമില്ലാത്ത പട്ടിക്കുട്ടി ആണെന്നാണ് മിസ്സിസ് വിചാരിച്ചിരിക്കുന്നത്. പട്ടിക്കുട്ടിക്ക് മാൽന്യൂട്രീഷൻ ആണെന്നും അതുകൊണ്ടാണ് അവന് എനർജി ഇല്ലാതെ ഡള്ളായി ഇരിക്കുന്നതും എന്നാണ് മിസ്സിസ് വിചാരിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, വാട്ട് ഡസ് ഷീ ഡു ടു ഹെൽപ്പ് ഹിം? ഈസ് ഷീ വോയിസ് ഇൻ ദിസ്? ടു ഹെൽപ്പ് ട്രിക്കി ആൻഡ് ടു ഇംപ്രൂവ് ഹിസ് കണ്ടീഷൻ, മിസ്സിസ് പംഫ്രെ സ്റ്റാർട്ട് ഗിവിംഗ് ഹിം എക്സ്ട്രാ ഫുഡ് ലൈക്ക് മാൾട്ട്, cod liver oil and Horlicks between his main meals. She also continued to give him sweet like cream cake and chocolate, etc. She is not wise in doing so because overfeeding Tricky is worsening his condition instead of improving it. It has made him very fat and lazy. അപ്പോൾ മിസ്സിസിൻ്റെ പ്രവൃത്തി കൊണ്ട് ട്രിക്കി എന്ന് പറയുന്ന പട്ടിക്കുട്ടിക്ക് ഒരിക്കലും നല്ല ബെനിഫിറ്റ് അല്ല ഉണ്ടായത്. അവൻ്റെ ഹെൽത്ത് ഇഷ്യൂ കൂടുകയും ഫാറ്റ് ഒബേസിറ്റിയായി മാറുകയും ലേസിയായി മാറുകയാണ് ചെയ്തത്. അപ്പം വാട്ട് ഡസ് ഷീ ഡു ടു ഹെൽപ്പ് ഹിം? മാൽന്യൂട്രീഷൻ ആണെന്ന് കരുതി ട്രിക്കിയെ എങ്ങനെയാണ് മിസ്സിസ് ഹെൽപ്പ് ചെയ്തത്? ആവശ്യമില്ലാതെ മാൾട്ടും കോഡ് ലിവർ ഓയിലും ഹോർലിക്സും ഒക്കെ കൊടുത്തു. എപ്പോഴൊക്കെ? ഇൻ ബിറ്റ്വീൻ മീൽസാണ്, മീൽസ് കൂടാതെ എക്സ്ട്രാ ആയിട്ട് കൊടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ. കൂടാതെ ക്രീം കേക്കുകളും ചോക്ലേറ്റ്സുകളും കൊടുത്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ ഡസ് ഐ റെഫർ ടു ഇൻ ദിസ് സ്റ്റോറി? ഈ സ്റ്റോറിയിൽ ഐ എന്ന് റെഫർ ചെയ്തേക്കുന്നത് ആരെയാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഡോക്ടർ ജെയിംസ് ഹാരിയോട്ട് എന്ന് എഴുതാം. പക്ഷേ 10th നമ്മൾ ക്ലാസ് 10th ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൊച്ചൊരു വാക്ക് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല, അവർ വെട്ടിക്കളയും, ചെക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിനകത്തെ ആൻസർ എങ്ങനെ മക്കൾക്ക് വേറെ രീതിയിലും എഴുതാം, പക്ഷേ ആൻസറിൻ്റെ മീനിങ് ഇതായിരിക്കണം. ഐ റെഫർ ടു നറേറ്റർ ഡോക്ടർ ജെയിംസ് ഹാരിയോട്ട്, എ വെറ്റിനറി ഡോക്ടർ ഹൂ ഗൈഡ് മിസ്സിസ് പാംഫ്രെ ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ഹെർ ഡോഗ് ട്രിക്കി. ഇതിനകത്ത് ഐ എന്ന് റെഫർ ചെയ്യുന്നത് ജെയിംസ് ഹാരിയോട്ട് എന്ന വെറ്റിനറി ഡോക്ടറിനെയാണ്. അദ്ദേഹത്തിനെ നമ്മൾക്ക് പരിചയപ്പെടുന്നത് ഈ കഥയിലൂടെ എങ്ങനെയാണ്? മിസ്സിസ് പാംഫ്രയുടെ ട്രിക്കി എന്ന ഡോഗിനെ ടേക്ക് കെയർ ചെയ്യുന്ന വെറ്റിനറി ഡോക്ടറായിട്ടാണ്. ഇങ്ങനെ തന്നെ എക്സാമിന് എഴുതണം നിങ്ങൾ. ഈസ് ദ നറേറ്റർ ആസ് റിച്ച് ആസ് ട്രിക്കീസ് മിസ്ട്രസ്? നോ, ദ നറേറ്റർ ഈസ് നോട്ട് ആസ് റിച്ച് ആസ് ട്രിക്കീസ് മിസ്ട്രസ് മിസ്സിസ് പാംഫ്രെ. ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് നമ്മൾ അതിനകത്തെങ്ങും മിസ്സിസ് പാംഫ്രെ
റിച്ച് ആണെന്നാണ് നമ്മൾ വായിച്ച് ചാപ്റ്ററിനകത്ത് മനസ്സിലാക്കിയത്. നറേറ്റർ അല്ല, നറേറ്റർ ഒരു വെറ്റിനറി ഡോക്ടറാണ്. നോ, ദ നറേറ്റർ ഈസ് നോട്ട് ആസ് റിച്ച് ആസ് ട്രിക്കീസ് മിസ്ട്രസ് മിസ്സിസ് പാംഫ്രെ. We can say so because the narrator seems fascinated by how Mrs. Pamphrey spent on the well-being and maintenance of her pet. He is unusually surprised by the enriching items she sends for Tricky, as he cannot afford them for himself. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മിസ്സിസ് പാംഫ്രെ ആണോ നറേറ്റർ ആണോ റിച്ച് എന്ന് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഇവിടെ യൂഷ്വലായിട്ട് നമുക്കറിയാം നറേറ്റർ അല്ല, മിസ്സിസ് പാംഫ്രെ ആണ് റിച്ച്, നറേറ്റർ റിച്ച് അല്ല. അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ മിസ്സിസ് കൊടുത്തയക്കുന്ന ട്രിക്കിക്ക് വേണ്ടി കൊടുത്തയച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ ടെക്സ്റ്റിലും മുന്നേലത്തെ ക്വസ്റ്റ്യനിലും പഠിച്ചതാണ്. അപ്പം അത് അഫോർഡ് ചെയ്യാൻ ഒരിക്കലും നമ്മുടെ ഡോക്ടറിന് കഴിയില്ല. ഹൗ ഡസ് ഹീ ട്രീറ്റ് ദ ഡോഗ്? ഡോക്ടർ എങ്ങനെയാണ് ട്രിക്കിയെ ട്രീറ്റ് ചെയ്തത്? ജെയിംസ് ഹാരിയോട്ട് ട്രീറ്റ് ട്രിക്കി ജസ്റ്റ് ലൈക്ക് ഹീ വുഡ് ട്രീറ്റ് ആൻ ഓവർ മിഡ്നൈറ്റ് ആൻഡ് ലേസി ഡോഗ്. ഹീ കട്ട്സ് ഡൗൺ ഹിസ് ഫുഡ് intake and keeps him under strict observation for the initial days at the hospital. He gradually increased Tricky's food and sets him free for physical activity to improve his health. ഹലോ മക്കളെ, ഞാൻ ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ദ ആൻ ഓവർ വി മൈറ്റ് എന്നാണ്, അങ്ങനെയല്ല. ജെയിംസ് ഹാരിയോട് treats Tricky just like he would treat an overweight WEIGHT and lazy dog. അദ്ദേഹം പട്ടിയുടെ ഓവർ വെയ്റ്റ് മാറാൻ വേണ്ടിയാണ് ട്രീറ്റ് ചെയ്തത്. ഹി കട്ട് ഡൗൺ ഹിസ് ഫുഡ് ഇൻടേക്ക് ആൻഡ് കീപ്സ് ഇൻ അണ്ടർ സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ. എന്ത് ചെയ്തു? ഫുഡെല്ലാം കട്ട് ചെയ്തു. നമ്മൾ ആദ്യമേ പറഞ്ഞു 2 days അതിന് വെള്ളം മാത്രമാണ് കൊടുത്തത്. പിന്നെ ഹി ഗ്രാജുവലി ഇൻക്രീസ് ട്രിക്കീസ് ഫുഡ് ആൻഡ് സെറ്റ്സ് ഹിം ഫ്രീ ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ഹിസ് ഹെൽത്ത്. ഫിസിക്കൽ ആക്ടിവിറ്റി ഇഷ്ടംപോലെ ചെയ്യാൻ അതിന് അനുവാദം കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ട്രിക്കിയെ അദ്ദേഹം നല്ല സ്മാർട്ടായിട്ടുള്ളൊരു പട്ടിയായിട്ട് മാറ്റിയത്. വൈ ഈസ് ഹീ ടെംപ്റ്റഡ് ടു കീപ്പ് ട്രിക്കി ഓൺ ആസ് എ പെർമനൻറ്റ് ഗസ്റ്റ്? എന്തുകൊണ്ടാണ് ട്രിക്കിയെ ഇവൻ്റെ ഒരു പെർമനൻറ്റ് ഗസ്റ്റായിട്ട് എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചതിൻ്റെ റീസൺ, മിസ്സിസ് ഹാരിയോട്ട് ഈസ് ടെംപ്റ്റഡ് ടു കീപ്പ് ട്രിക്കി ഓൺ ആസ് എ പെർമനൻറ്റ് ഗസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഗുഡ് ഫുഡ് ആൻഡ് വൈൻ ഹീസ് എൻജോയിങ് ഇൻ ട്രിക്കീസ് നെയിം. നല്ല ഫുഡും നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. മിസ്സിസ് കുറേ ഫുഡ്സ് അതിന് കൊടുത്തു വിടുമായിരുന്നു. കൂട്ടത്തിൽ വൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈൻ്റെ കുപ്പിയൊക്കെ കൊടുത്തു വിടുമായിരുന്നു. ഹി ഡസ് നോട്ട് വാണ്ട് ടു ലൂസ് ദ ലക്ഷൂറിയസ് ഇൻഫ്ലോ ഓഫ് ഫ്രഷ് എഗ് വൈൻ ആൻഡ് ബ്രാൻഡി ദാറ്റ് ട്രിക്കീസ് മിസ്ട്രസ്. മിസ്സിസ് പാംഫ്രെ സെൻസ് ഫോർ ഹെർ ഡോഗ്. അപ്പം പട്ടിക്ക് വേണ്ടി മാം കൊടുത്തു വിട്ടിരിക്കുന്ന മിസ്സിസ് കൊടുത്തു വിട്ടേക്കുന്ന ഫുഡൊക്കെ ലോസ് ചെയ്യാൻ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരുന്നു ഒരു പെർമനൻറ്റ് ഗസ്റ്റായിട്ട് പട്ടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഡോക്ടർ ചിന്തിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബോറടിക്കുന്നില്ലല്ലോ മക്കളെ? വൈ ഡസ് മിസ്സിസ് പാംഫ്രെ തിങ്ക് ദ ഡോഗ്സ് റിക്കവറി ഈസ് എ ട്രയംഫ് ഓഫ് സർജറി? സക്സസ് ഓഫ് സർജറി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് എങ്ങനെയാണ് മിസ്സിസ് പാംഫ്രെ ഡോഗ്സിൻ്റെ റിക്കവറിയെ പറഞ്ഞിരിക്കുക? എന്തുകൊണ്ടാണ് ട്രയംഫ് ഓഫ് സർജറി അല്ലെങ്കിൽ സക്സസ് ഓഫ് സർജറി എന്നൊക്കെ മിസ്സിസ് ഈ ഡോഗിൻ്റെ റിക്കവറിയെ പറഞ്ഞിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Mrs. Pamphrey thinks that Tricky's recovery is a triumph of surgery because, according to her, his illness was very serious. അവരൊരു ഇഗ്നോർഡ് ലക്ഷറി ലേഡിയാണ്, റിച്ച് ലേഡി ആണെങ്കിലും ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടാണ് അവർക്ക്. ബിക്കോസ് അക്കോർഡിംഗ് ടു ഹെർ, പട്ടിക്കുട്ടിയുടെ ഹിസ് ഇൽനെസ് വാസ് വെരി സീരിയസ്. ഷീ വാസ് ഓൺ ദ ഒപ്പീനിയൻ ദാറ്റ് ദെയർ വെർ വെരി ഫ്യൂ ചാൻസസ് ഓഫ് Tricky's improvement and he needed immediate medical attention. Thus, for her Tricky's revival without any medication
എഡ്യൂക്കേഷൻ വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. മിസ്സിസ് വിചാരിച്ചിരുന്നത് ഒരു സർജറി തന്നെ വേണ്ടിവരും ട്രിക്കിക്ക്. ഒരു സർജറി ഇല്ലാതെ ഒരിക്കലും ട്രിക്കി ലൈഫിലേക്ക് കംബാക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ച സമയത്ത് വിത്തൗട്ട് എനി സർജറി, വിത്തൗട്ട് എനി മെഡിറ്റേഷനിൽ ഹി കംബാക്ക് ഇൻ റിയൽ ലൈഫ് ആൻഡ് റെഗുലർ റുട്ടീൻ ലൈഫിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. അതുകൊണ്ടാണ് ഷീ ഈസ് വെരി സർപ്രൈസ് ആൻഡ് ഹാപ്പി. സോ അതുകൊണ്ടാണ് മിസ്സിസ് പാംഫ്രെ ഈ ചെറിയൊരു കാര്യത്തിന് ട്രയംബ് ഓഫ് സർജറി എന്നൊക്കെ വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് പേജ് നമ്പർ 6 പോകാം. ബോറടിക്കുന്നില്ലല്ലോ മക്കളെ? ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ ഒരു ഇച്ചിരി ബോറായിട്ടൊക്കെ ഫീൽ ചെയ്യും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കത് ഇച്ചിരി നേരം കേട്ടിരുന്നാലും പഠിച്ചാലും ഒക്കെ എക്സാമിന് സൂപ്പറായിട്ട് എഴുതാം. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഡു യു തിങ്ക് ദ നറേറ്റർ എ വെറ്റിനറി സർജൻ ഈസ്? വുഡ് യു സേ ഹീസ് ടാക്റ്റ്ഫുൾ ആസ് വെൽ ആസ് ഫുൾ ഓഫ് കോമൺ സെൻസ്? ഈ കഥയിൽ റൈറ്ററായ വെറ്റിനറി സർജനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എന്ത് സെൻസിലാണ്? നമ്മൾ ആ ചാപ്റ്റർ വായിക്കുമ്പം അദ്ദേഹം നല്ല കോമൺ സെൻസ് ഉള്ളൊരു ടാക്റ്റിക് വേയിൽ സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ അത് നിങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ നറേറ്റർ എ വെറ്റിനറി സർജൻ ഈസ് എ കേപ്പബിൾ ആൻഡ് വൈസ് ഡോക്ടർ. യെസ്, അദ്ദേഹം എന്താണ്? കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെറ്റിനറി സർജനാണ്, വൈസ് ഡോക്ടറുമാണ്. ഹി ഹാൻഡിൽ ട്രിക്കി properly which show that he is sincere about his profession. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ വൈസ് വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ ട്രിക്കിയെ റീകവർ ചെയ്ത് കൊണ്ടുവരുത്തി. ഹി ഡസ് നോട്ട് ഓപ്പറേറ്റ് അപ്പോൺ ദ ഡോഗ് അൺനെസസറിലി ആൻഡ് ക്യൂർ ഹിം ബൈ ചേഞ്ചിങ് ഹീസ് ഡയറ്റ് ആൻഡ് ആക്ടിവിറ്റി. സർജറി ഒന്നും വേണ്ടാതെ തന്നെ ഡയറ്റും ആക്ടിവിറ്റിയും കൊണ്ട് തന്നെ പട്ടിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഐ തിങ്ക് all of you have to think that he is a very wise doctor. He is a tactful person as I knew exactly how to convince Mrs. Pamphrey to hospitalize Trickies for surgery. ഇതിനകത്ത് ഒരു ടാക്റ്റിക് എന്ന് പറയുന്നത് അദ്ദേഹം മിസ്സിസ് പാംഫ്രെ ഈ സർജറി വേണമെന്ന് പറയുമ്പോഴും അദ്ദേഹം വേണ്ട എന്നൊന്നും പറയുന്നില്ല. ഹീസ് ഡിസിഷൻ ടു ഇൻഫോം മിസ്സിസ് പാംഫ്രെ ടു ടേക്ക് ട്രിക്കി ഹോം സപ്പോർട്ട്സ് ഹിസ് സെൻസിബിലിറ്റീസ് ഈവൻ ത്രൂ ഹീ വാസ് ടെംപ്റ്റഡ് ടു കീപ്പ് ട്രിക്കി ആസ് എ പെർമനൻറ്റ് ഗസ്റ്റ്. പിന്നെ ഒരു ടാക്റ്റിക് ഫുള്ളാണ് ഇയാളെന്ന് ഡോക്ടറെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ റീസൺ ട്രിക്കിയെ അദ്ദേഹം കീപ്പ് ചെയ്തതിന് ശേഷവും പിന്നെയും വിടണ്ട എന്ന് മനസ്സിൽ തോന്നിയതിൻ്റെ കാരണം പാംഫ്രയുടെ വീട്ടിൽ നിന്ന് വരുന്ന ലക്ഷറി ഫുഡിനെയും ഫുഡ് വരുന്ന വൈൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നോക്കിയിട്ടാണ് അദ്ദേഹം ട്രിക്കിയെ വീട്ടിലേക്ക് വിടണ്ട എന്ന് ടാക്റ്റിക്ക് വിചാരിച്ചത്. ഡു യു തിങ്ക് ട്രിക്കി വാസ് ഹാപ്പി ടു ഗോ ഹോം? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നൗ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ട്രിക്കി വീട്ടിലേക്ക് പോകാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്ന്? എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ പറയാൻ കാരണം? യെസ്, ശരിക്കും യെസ് തന്നെയായിരുന്നു. കാരണം അപ്പോൾ മിസ്സിസിനെ ലാസ്റ്റിൽ കാണുമ്പം ട്രിക്കി ഓടിച്ചെന്ന് ലാപ്പിലേക്ക് കയറി വളരെ ഹാപ്പി ആയിട്ടുള്ള ബിഹേവിയറാണ് കാണിച്ചത്. അതുകൊണ്ട് ഓൾറെഡി വി തിങ്ക് ട്രിക്കി വാസ് വെരി ഹാപ്പി ടു ഗോ ഹെർ മിസ്ട്രസ്. യെസ്, ഐ തിങ്ക് ട്രിക്കി വാസ് ഹാപ്പി ടു ഗോ ബാക്ക് ഹോം ആസ് ഹീ റിയലി ലവ്ഡ് ഹിസ് മിസ്ട്രസ് ആൻഡ് കംഫർട്ട് ഓഫ് ഹിസ് ലാവിഷ് ലൈഫ്. അപ്പം ഉറപ്പായിട്ടും ആ ലാവിഷ് ലൈഫിനെ ട്രിക്കിയും എൻജോയ് ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം. ഹി ഡിഡിൻറ്റ് ഹാവ് എനി ഫ്രണ്ട് അറ്റ് ഹോം ലൈക്ക് ഇൻ എ ഹോസ്പിറ്റൽ ബട്ട് ഹി സീംഡ് ഈക്വലി എക്സൈറ്റഡ് അറ്റ് ദ സൈറ്റ് ഓഫ് മിസ്സിസ് പാംഫ്രെ. I think that Mrs. will now be careful about Tricky's diet and health. ഇനിയും എന്തായിരിക്കും, ഒരിക്കലും ഒരു സർജറിക്ക് വേണ്ടി ട്രിക്കിയെ അവർ വിട്ടുകൊടുക്കില്ല. അപ്പം ഷീ വെരി കെയർഫുൾ അബൌട്ട് Tricky's diet and health. She may also give him exercise daily as prescribed by the veterinary doctor earlier. Definitely she take proper care and പിന്നെന്താണ്, she may also give him a proper exercise prescribed by Dr. James Harriot. Do you think it is a real life episode or may fiction, or is it a mixture of both? ഇതൊരു റിയൽ ലൈഫാണോ അതോ ഒരു
കഥയാണോ, ഫിക്ഷൻ എന്ന് വെച്ചാൽ നോവലിൻ്റെ പാർട്സ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണോ, അതോ ഇത് രണ്ടും ഇങ്ങനെ ജീവിതത്തിലും സംഭവിക്കാം, കഥയിലും സംഭവിക്കാം, ജീവിതത്തിലും സംഭവിക്കാം എന്നാണോ, ഇതിലേതാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്? ദ സ്റ്റോറി സീംസ് ടു ബി മിക്സ്ചർ ഓഫ് ബോത്ത്. റിയലായിട്ട് സത്യത്തിൽ ഇത് ഒരു മെയർ ഫിക്ഷൻ മാത്രമൊന്നുമല്ല, ഒരു റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെ സംഭവിക്കാം. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടന്മാരായാലും നമ്മൾ എത്ര ഹാപ്പി ആയിട്ടാണ് അവരെയൊക്കെ പെഡിഗ്രിയൊക്കെ ഫീഡ് ചെയ്ത് ഒരുപാട് ഒബേസിറ്റി ആക്കി കാണാൻ ക്യൂട്ടാക്കി വെച്ചേക്കുന്നതല്ലേ. അത് റിയൽ ലൈഫിലുള്ള കാര്യം തന്നെയാണ്. ദ സ്റ്റോറി സീംസ് ടു ബി മിക്സ്ചർ ഓഫ് ബോത്ത്. ഇത് കഥയിലും സംഭവിക്കാം, ജീവിതത്തിലും സംഭവിക്കാം. ഇത് മിക്സ്ചർ തന്നെയാണ്. ഇറ്റ് മേ ബി പോസിബിൾ ഓഫ് റിച്ച് പേഴ്സൺ ടു ഓവർ ഫീഡ് ദെയർ പെറ്റ്സ് ഡ്യൂ ടു ലവ് കാരണം ഓവർ ഫീഡ് അവർ റിച്ച് അല്ലെങ്കിലും പട്ടിക്കുട്ടിക്ക് പൂച്ചക്കുട്ടിയൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊണ്ടുവരുന്ന പട്ടിയെയും പൂച്ചയൊക്കെ നമ്മൾ നല്ലതായിട്ട് ഫീഡ് ചെയ്ത് തന്നെയാണ് വളർത്തുന്നത്. അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട്, മനുഷ്യരെക്കാട്ടിലും ഹെൽത്തി ആയിട്ടാണ് അവരിയ്ക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അൺയൂഷ്വൽ ഫോർ ദം ടു മെയിൻറ്റെയിൻ എ വാസ്റ്റ് വാർഡ്രോബ് ഫോർ ദം എയ്തർ. ഇത് രണ്ട് കാര്യത്തിലും എന്താണ്, ഓക്കെയാണ്. റിയൽ ലൈഫിലും ഇത് സംഭവിക്കാം, കഥയിലും ഇത് സംഭവിക്കാം. ഇത് സത്യം തന്നെയാണ്. ഹവർ ഇറ്റ് ഈസ് അൺലൈക്ലി ഫോർ എ വെറ്റിനറി ഡോക്ടർ ടു ഗോ ഔട്ട് ഓഫ് വേ ആൻഡ് ലൈ ഇൻ ഓർഡർ ടു സേവ് ആൻ അനിമൽ. ഇറ്റ് ഈസ് ആൾസോ അൺയൂഷ്വൽ ഫോർ എനിവൺ ടു കൺസ്യൂം ഫുഡ് വിച്ച് ഈസ് ഗിവൺ ഇൻ ദ നെയിം ഓഫ് പെറ്റ്സ് ഹെൽത്ത്. അപ്പം നമ്മൾ പറയുന്നത് ഇതൊരു കാര്യത്തിൽ അൺലൈക്ലി വെറ്റിനറി ഡോക്ടർ, ഇത് നമുക്ക് വേറൊരു എന്താ പറയുന്നത്, ഒരു മോറലും കൂടെ പറഞ്ഞു തരികയാണ്. ഒരു പട്ടിക്കുട്ടിക്ക് ഇത്രയേറെ ഫെസിലിറ്റിയോടെ ജീവിക്കുമ്പം ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു, ഒരു പെറ്റ്സിൻ്റെ ഹെൽത്തിനെ ഇത്രയും നോക്കുന്നവർ ഒരു മനുഷ്യൻ്റെ ഹെൽത്തിനെ ഇത്ര നോക്കുന്നവരുണ്ടാവില്ല. അപ്പം സാധാരണക്കാരൻ്റെ ജീവിതങ്ങളെയും ഇതിനകത്ത് ജീവിതത്തിനെക്കാട്ടിലും വലിയ ഒരു ജീവിത നിലവാരം ഒരു പെറ്റിന് കിട്ടുന്നു എന്നാണ് ഡോക്ടർ ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പേജ് നമ്പർ 7 പോവാണ്. എല്ലാവരും മക്കളെ ബോറടിക്കല്ലേ, നമുക്ക് വേഗം പഠിച്ചു പോവാം കേട്ടോ. ദിസ് എപ്പിസോഡ് ഡിസ്ക്രൈബ് ദ സില്ലി ബിഹേവിയർ ഓഫ് എ റിച്ച് വുമൺ ഹു ഈസ് ഫൂളിഷ്ലി ഇൻഡൽജൻറ്റ് പെർഹാപ്സ് ബിക്കോസ് ഷീ ഈസ് ലോൺലി. ഡു യു തിങ്ക് സച്ച് പീപ്പിൾ ആർ മെയർലി സില്ലി ഓർ ക്യാൻ ദെയർ ആക്ഷൻ കേസ് ഹാം ടു അതേഴ്സ്? നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മിസ്സിസ് ലോൺലി ആയിട്ട് ജീവിക്കുന്ന വളരെ റിച്ച് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ആകെയുള്ളൊരു പട്ടിയും വീട്ടിൽ മെയ്ഡുണ്ടാവും, സെർവൻസൊക്കെ ഉണ്ടാവും. അല്ലാതെ അവർക്ക് സ്നേഹിക്കാനുള്ളത് ഈ പട്ടിക്കുട്ടൻ മാത്രമാണ്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെയുള്ള ആക്ഷനുകൾ മറ്റുള്ളവർക്ക് ഹാംഫുള്ളായിട്ട് വരാറുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഈ ആൻസറുകൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ആൻസറുകളും നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാവുന്നതേ ഉള്ളൂ. മിസ്സിസ് പാംഫ്രേ's silly behavior of being foolishly indulged with her dog Tricky most probably rises out of her loneliness. ഇവിടെ ഒരു പട്ടിക്കുട്ടിയെ ആ സ്ത്രീ സ്നേഹിക്കുന്നത് അവളുടെ ലോൺലിനെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അവൾ ഒറ്റയ്ക്കായതിൻ്റെ ഭാഗമാണ്. അത് മിസ്സിസിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റല്ല. ഷീ ട്രീറ്റ്സ് ട്രിക്കി ലൈക്ക് എ ചൈൽഡ്. അവൾക്ക് ഇല്ലാതെ പോയ ഒരു കുഞ്ഞിനെ പോലെയാണ് ട്രിക്കിയെ അവൾ ട്രീറ്റ് ചെയ്യുന്നത്. ഷീ നോട്ട് ഓൺലി dresses him up according to the weather but also pamper him. പിന്നെ എന്താ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു വെതർ അനുസരിച്ച് അവന് നല്ല ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കാറുമുണ്ട്. നല്ല പാമ്പറിങ് ആണ്, ലാളിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. സച്ച് ആക്ഷൻ ഓഫ് എ മിസ്സിസ് പാംഫ്രേസ് ആർ നോട്ട് ഓൺലി സില്ലി. നമ്മൾക്ക് ഇതെന്താ ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന് നമ്മൾക്ക് തോന്നാം. ബട്ട് അവരുടെ ആക്ഷൻ അവർക്ക് സില്ലി അല്ല. ദേ ആൾസോ കേസ് ഹാം ടു അതർ ബിക്കോസ് ഓഫ് ഹെർ ഓവർ പേരൻറ്റിങ്. ചിലപ്പം ഇത് കാണുന്ന ചിലർക്ക് അത് ഓവറായിട്ടുള്ളൊരു ആക്ഷനായിട്ട് കണ്ടിട്ട് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാം. സംടൈംസ് ഇറ്റ്സ് ആക്ഷൻ ആർ ഗോയിങ് ടു ബി തിങ്കിങ് ലൈക്ക് ഓക്വേർഡ്. ഓക്കെ, ട്രിക്കീസ് കണ്ടീഷൻ ഈസ് സോ വേഴ്സൺ ദാറ്റ് ഹി നീഡഡ് ടു ബി ഹോസ്പിറ്റലൈസ്ഡ് ടു ബി കെപ്റ്റ് എവേ ഫ്രം ഹെർ. അപ്പം എങ്ങനെയാണ് ട്രിക്കി ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട വന്നത്?
ട്രിക്കിയെ ഹോസ്പിറ്റലൈസ് ചെയ്തതിൻ്റെ റീസൺ ട്രിക്കിക്ക് ഓവർ പാമ്പറിങ് മൂലമുള്ള ഫുഡ് ഡയറ്റ് കൊണ്ടാണ് ട്രിക്കിക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഡു യു തിങ്ക് ദർ ആർ ആൾസോ പേരൻറ്റ് ലൈക്ക് മിസ്സസ് പാംഫ്രെ പോലുള്ള പേരൻസുകൾ ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മളെല്ലാ അമ്മമാരും, നിങ്ങളുടെ എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങളെ ഇങ്ങനെ പാമ്പർ ചെയ്ത് ആയിരിക്കും വളർത്തുന്നത്. യെസ്, ഐ തിങ്ക് ദർ ആർ സം പേരൻസ് ലൈക്ക് മിസ്സസ് പാംഫ്രെ ഹു സ്പോയിൽ ദെയർ ചിൽഡ്രൻ ബൈ പാമ്പറിങ് ദം. ദേ ഓവർ ഫീഡ് ദെയർ ചിൽഡ്രൻ അല്ലെങ്കിൽ പെറ്റ്സ് despite being aware of its harmful effect on their health. They regret only when things get worse. നമ്മുടെ പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുഞ്ഞുങ്ങളെ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പാമ്പർ ചെയ്യുന്നതും ഓവർ ഫീഡിങ് ചെയ്യുന്നതും. അപ്പം ഭാവിയിൽ അവർക്ക് പ്രോബ്ലം ആയിട്ട് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ ഓവർ ഫീഡിങ് വളരെ ബുദ്ധിമുട്ടായി പോയി എന്ന്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു വെയർ എ മെമ്പർ ഓഫ് ദ സ്റ്റാഫ് ഇൻ മിസ്സസ് പാംഫ്രേസ് ഹൗസ് ഹോൾഡ്? സെക്കൻഡ് വൺ ഈസ് എ നെയ്ബർ. വാട്ട് വുഡ് യു ലൈഫ് ഹാവ് ബീൻ ലൈക്ക് ഇൻ ജനറൽ? ഫസ്റ്റ് വൺ, ഇഫ് ഐ വെയർ എ member of the staff in her household, I would have not followed Mrs. Pamphrey's command to feed Tricky blindly. In fact, ഞാൻ അവരുടെ വീട്ടിലെ ഒരു മെമ്പർ ആയിരുന്നെങ്കിൽ sometimes I couldn't follow Pamphrey's order. In fact, I would have fed him according to the vet's advice. Definitely ഞാൻ ഒരു വെറ്റ് അഡ്വൈസ് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും ചിലപ്പോൾ ട്രിക്കിയെ ഫീഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുന്നത്. ഐ വുഡ് ഹാവ് ആൾസോ സ്കിപ്ഡ് സെൻഡിങ് ദ അൺനെസസറി സ്റ്റഫ് ലൈക്ക് ടോയ്സ്, ക്യൂഷ്യൻസ്, വൈൻസ്, കോഡ് ലിവർ ഓയിൽ എറ്റ്സെട്ര. My life would have been a very busy one as I would have had to take care of the household chores and meet Tricky's demands on time. ഇനി സെക്കൻഡ് വൺ, ഇഫ് ഐ വെയർ മിസ്സിസ് നെയ്ബർ, ഞാൻ മിസ്സിസ് നെയ്ബർ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് അഡ്വൈസ് ഹർ ടു കൺസൾട്ട് എ വെറ്റ് ആൻഡ് ഫോളോ ഹിസ് അഡ്വൈസ് സ്ട്രിക്ട്ലി കീപ്പിംഗ് ഇൻ മൈൻഡ് ട്രിക്കീസ് ഡിറ്റർമിനേറ്റിംഗ് ഹെൽത്ത്. ഡെഫിനറ്റ്ലി ആ പട്ടിയുടെ ഓവർ വെയ്റ്റ് ഇങ്ങനെ കൂടുമ്പം ഡെഫിനറ്റ്ലി വി ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. ദാറ്റ് ടൈം ഡെഫിനറ്റ്ലി ഐ നോട്ടീസ്ഡ് ദാറ്റ് her Tricky is not well, you are go and consult a veterinary doctor എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തേനെ. മൈ ലൈഫ് ആസ് മിസ്സസ് പാംഫ്രെ നെയ്ബർ വുഡ് ഹാവ് ബീൻ ഫുൾ ഓഫ് സർപ്രൈസ് ആൻഡ് ഗിഫ്റ്റ് ആസ് മിസ്സസ് പാംഫ്രെ വാസ് എ ലവിങ് ലേഡി. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മിസ്സസ് പാംഫ്രയുടെ ഒരു നെയ്ബറായിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ലവ് ഹർ ബിക്കോസ് എന്തുകൊണ്ടാണ്, ഹീസ് ലവിങ് ലേഡി, ഡെഡിക്കേറ്റഡ് ആണ്, ലവിങ് ആയിട്ടുള്ള ഒരു ഗുഡ് ലേഡിയാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ നെയ്ബറായിട്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും. ഇനി വിഷമിക്കണ്ട, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തീരാറായിട്ടോ. എല്ലാവരും ബോറടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ബോറടിക്കല്ലേ മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു വെയർ ഇൻ ദ നറേറ്റേഴ്സ് പ്ലേസ്? നറേറ്ററിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമുക്കിവിടെ പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ നറേറ്റർ തന്നെയാണ് വെറ്റിനറി ഡോക്ടർ. ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ സ്ഥാനത്ത് നിന്ന് തിങ്ക് ചെയ്ത് വേണം ഇതിൻ്റെ ആൻസർ പറയാൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിങ്കിങ്ങിലൂടെ കൂടുതൽ സെൻറ്റൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കാം. If I were in the narrator's place, I would have to treat a Tricky with a similar amount of compassion and love. പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നല്ല ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കും, നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, ലവും കമ്പാഷനും അതിലുണ്ടാവും. I would have been equally care as Mrs. James Harriet towards Tricky. I would have just been a little more serious while advising Mrs. Pamphrey to put Trickies on a strict diet, knowing her way of showing love. ഈ ഓവറായിട്ടുള്ള പാമ്പറിങ് ലവും കാരണം അവന് ഒരുപാട് പിന്നെ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നം മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തേനെ, കുറച്ച് സീരിയസ് അഡ്വൈസ് ഇൻ സീരിയസ് വേ ഞാൻ കൊടുക്കുകയുള്ളായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്.
I would have also not conceived Tricky's share of egg, wine and brandy sent by Mrs. Favre. ഞാനായിരുന്നെങ്കിൽ ഐ ആം നോട്ട് യൂസിങ് മിസ്സിസ് പാംഫ്രേസ് എഗ് വൈൻ ആൻഡ് ബ്രാൻഡി ഡെഫിനറ്റ്ലി ബിക്കോസ് ഐ ആം നോട്ട് യൂസിങ് ദാറ്റ്. ഓക്കെ, ഐ സെൻഡ് ഇറ്റ് ബാക്ക് ഇൻ ടു മിസ്സിസ് പാംഫ്രെ. ഞാനത് യൂസ് ചെയ്യില്ല, ഞാനത് പാംഫ്രേക്ക് തന്നെ സെൻഡ് ചെയ്തിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇതൊന്നും ആവശ്യം ഒരു പട്ടിക്കുട്ടിക്കില്ല. വല്ലപ്പോഴും ഒക്കെ ഓക്കെ, സംടൈംസ് ഇറ്റ് വിൽ ഗുഡ്. ഡെയിലി ആയാൽ ഇറ്റ്സ് ഡേഞ്ചറസ് ടു അവർ ഹെൽത്ത്. നിങ്ങളുടെ പെറ്റിന് ഹെൽത്ത് ഡേഞ്ചറസ് ആവുമെന്ന് ഞാനതുവരെ തിരിച്ചു കൊടുത്ത് തന്നെ ബോധ്യപ്പെടുത്തേനെ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തീർന്നു, ഫിനിഷായി. അപ്പം ട്രയംഫ് ഓഫ് സർജറിയുടെ എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ ഇട്ടിട്ടുണ്ട്. ഇത് കാണാതെ ഇത് കണ്ടാൽ കേട്ടാൽ ബുദ്ധിമുട്ടാവും. അപ്പം ഇത് കാണുന്നതിന് മുന്നേ അത് പോയി കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം മക്കൾ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോ ഇടാൻ കഴിയില്ല. എല്ലാവരും കാണുന്നുണ്ട്, വ്യൂ ഒരുപാടുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞാൽ ഒരുപാട് വീഡിയോ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പഠിപ്പിച്ചത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ പേരുടെ സഹായത്തിന് വേണ്ടി മാം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുകയല്ലേ. ഇനി ഒരുപാട് ബോറടിക്കുമ്പം മാം നല്ലൊരു ട്രിക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുക. അതൊക്കെ മാം കൊണ്ടുവരുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. വേഗം അടുത്ത വീഡിയോയിലൂടെ മാം വരാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.